നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പരീക്ഷാ ക്രമക്കേടുകൾ ഇല്ലാതാക്കാനും പ്രശ്നപരിഹാരത്തിനുമായി ഹൈപവർ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇൻഫോസിസ് സഹസ്ഥാപകനായ നന്ദൻ നിലേക്കനിയുടെ നേതൃത്വത്തിലാണ് ഹൈപവർ ടാസ്ക് ഫോഴ്സ്. പരീക്ഷാ പരിഷ്കരണമാകും പ്രധാന ലക്ഷ്യം. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് പ്രതികരണവുമായി പ്രധാനമന്ത്രി രംഗത്ത് വന്നത്. രാജ്യത്തെ പരീക്ഷാ നടത്തിപ്പിൽ സത്യസന്ധതയും സുതാര്യതയും ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. NTA പരീക്ഷകൾ ഉടച്ചുവാർക്കാൻ 6-അംഗ ടാസ്ക് ഫോഴ്സ് ISRO ചെയർമാൻ S. സോമനാഥും ഉൾപ്പെടുന്നു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം കൂടുതൽ വിശ്വസനീയവും സുതാര്യവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവുമാക്കുന്നതിനാണ് നീക്കം. വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഈ പ്രധാന തീരുമാനം അറിയിച്ചത്. ക്രമക്കേടുകളിൽ പങ്കാളികളായവരെ ജയിലിൽ അടച്ചിട്ടുണ്ടെന്നും വേഗത്തിലുള്ള വിചാരണയ്ക്കായി അതിവേഗ കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനു പുറമെ തട്ടിപ്പുകൾ തടയുന്നതിന് കർശന വ്യവസ്ഥകളടങ്ങിയ പുതിയ നിയമനിർമ്മാണത്തിലേക്ക് പാർലമെന്റ് കടക്കുകയാണെന്നും പ്രധാനമന്ത്രി വെളിപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചയും സംഘടിത പരീക്ഷാ തട്ടിപ്പുകളും തടയുന്നതിനായി പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ടിൽ ഭേദഗതികൾ വരുത്താനും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കൽ, വേഗത്തിലുള്ള വിചാരണ, കടുത്ത ശിക്ഷാ നടപടികൾ എന്നിവ ഇതിലൂടെ ഉറപ്പാക്കും. സർക്കാരിന് മുന്നിൽ സംശയത്തിന്റെ നിഴൽ വീഴുന്നത് പരീക്ഷകളെ കുറ്റമറ്റതാക്കാനുള്ള സമിതിയെ നയിക്കാൻ ആധാറിന്റെ ശില്പിയായ നന്ദൻ നിലേക്കനിയെ തിരിച്ചു വിളിച്ചു പ്രധാനമന്ത്രി മോദി. പണ്ട് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടായ PM കെയർസിനെതിരെ പ്രതിപക്ഷം ചോദ്യമുയർത്തിയപ്പോൾ ടാറ്റ ഗ്രൂപ്പിന്റെ അധിപനായ രത്തൻ ടാറ്റയും ഇൻഫോസിസ് സ്ഥാപകൻ നാരായണമൂർത്തിയുടെ ഭാര്യയും എഴുത്തുകാരിയുമായ സുധാമൂർത്തിയെയും തലപ്പത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പ്രതിപക്ഷം നിശബ്ദരായി. ഇന്ന് അതേ നീക്കമാണ് മോദി ആവർത്തിച്ചത്. പരീക്ഷകൾ കുറ്റമറ്റതാക്കാനുള്ള സമിതിയിൽ നന്ദൻ നിലേക്കനിയുടെ കീഴിലുള്ള മറ്റ് 5 പേർക്കും വിശ്വാസ്യതയ്ക്ക് മാറ്റുകൂട്ടാവുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ്. മുൻ ISRO ചെയർമാൻ S. സോമനാഥ്, മുൻ IB ഡയറക്ടർ തപൻ ദേഖ, IIT മദ്രാസ് ഡയറക്ടർ V. കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക് വിദഗ്ധൻ അമൃത് ലാൽ മീന എന്നിവർ. ഇൻഫോസിസിന്റെ സ്ഥാപകരിൽ ഒരാൾ കൂടിയായ നന്ദൻ നിലേക്കനി ഇന്ത്യയിൽ അറിയപ്പെടുന്ന സാങ്കേതിക വിദഗ്ധനാണ്. ദീർഘകാലം ഇന്ത്യയിലെ ടെക് ഭീമന്മാരിൽ ഒന്നായ ഇൻഫോസിസിന്റെ CEOയും ചെയർമാനും കൂടിയായിരുന്നു അദ്ദേഹം. നിരവധി സോഫ്റ്റ്വെയറുകളുടെ സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ആൾ കൂടിയാണ്. സാങ്കേതിക വിദ്യയുടെ ശക്തമായ ഉപയോഗത്തിലൂടെ പരീക്ഷാ സംവിധാനം കൂടുതൽ വിശ്വസനീയവും സുതാര്യവുമാക്കുകയാണ് ലക്ഷ്യം. അതിന് നന്ദൻ നിലേക്കനിയോളം പോന്ന ഒരാൾ ഇന്ന് ഇന്ത്യയിലില്ല. കറകളഞ്ഞ വ്യക്തിത്വം കൂടിയാണ് നന്ദൻ നിലേക്കനി. ഇന്ത്യക്കാർക്ക് ഒരു വിശ്വസനീയവും ആർക്കും അനുകരിക്കാൻ കഴിയാത്തതുമായ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ മോദി കൊണ്ടുവന്നത് നന്ദൻ നിലേക്കനിയാണ്. ഇന്നും ഇന്ത്യക്കാരുടെ ഏറ്റവും വിശ്വാസ്യതയുള്ള തിരിച്ചറിയൽ കാർഡായി ആധാർ കാർഡ് നിലകൊള്ളുന്നു. ലോകത്തിലെ ഏറ്റവും വിപുലമായ ബയോമെട്രിക് ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനമാണ് ആധാർ. പരീക്ഷാ കേന്ദ്രങ്ങളിലെ സുരക്ഷ ശക്തമാക്കുക, ചോദ്യപേപ്പറുകൾ ചോരാത്ത രീതിയിൽ ഡിജിറ്റലൈസ് ചെയ്യുക, ഫലപ്രഖ്യാപനം വരെയുള്ള പ്രക്രിയകൾ പൂർണ്ണമായും സുതാര്യമാക്കുക എന്നിവയിൽ ഈ സംഘത്തിന്റെ ശുപാർശകൾ നിർണായകമാകും. പരീക്ഷാ പേപ്പർ വിതരണത്തിലെയും മറ്റ് ലോജിസ്റ്റിക് കാര്യങ്ങളിലും അമൃത് ലാൽ മീനയ്ക്ക് ഏറെ നിർദ്ദേശങ്ങൾ നൽകാനാകും. അത് നടപ്പിലാക്കുന്നുണ്ടോ എന്നും പരിശോധിക്കാനും സാധിക്കും. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്ന തലച്ചോറാണ് മുൻ ISRO ചെയർമാൻ S. സോമനാഥിൻ്റേത്. സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് മുൻ IB ഡയറക്ടർ തപൻ ദേഖയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കും. IIT മദ്രാസ് ഡയറക്ടർ V. കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ എന്നിവർ പരീക്ഷയുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും നൽകും. ഇതെല്ലാം കൂടിയാകുമ്പോൾ 100% സുരക്ഷിതമായ, 100% മത്സരക്ഷമത ഉറപ്പിക്കാവുന്ന ഒരു പരീക്ഷാ സംവിധാനം സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനിടെ പഞ്ചാബിലെ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കോക്രോച്ച് ജനതാ പാർട്ടി CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ സുപ്രധാന പ്രസ്താവന ഇറക്കി. ഈ വിഷയത്തിൽ തന്റെ ടീം ഒരു തന്ത്രം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിഷേധം അവസാനിച്ച ഉടൻ തന്നെ അടുത്ത നടപടികൾ തീരുമാനിക്കുമെന്നും വിശദമായ വിവരങ്ങൾ ഉടൻ പങ്കുവയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികൾക്കെതിരെ ഫയൽ ചെയ്ത കേസുകളുമായി ബന്ധപ്പെട്ട് സർക്കാരുമായുള്ള ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാവിയിലും CJP സജീവമായി തുടരുമെന്നും സൂചനകളുണ്ട്. ജന്തർ മന്ദറിൽ CJP പ്രക്ഷോഭം ഏറ്റെടുത്ത കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇനി തങ്ങളുടെ ഇന്ത്യ മുന്നണിയിലെ ആപ്പ് നേതാക്കൾക്കെതിരെ രംഗത്തെത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വിദ്യാർത്ഥികളുടെ സമരത്തിന്റെ വിജയം രാഹുൽ സ്വന്തമാക്കാൻ ശ്രമിച്ചത് വലിയ പരിഹാസത്തിന് ഇടയാക്കിയിരുന്നു. ബീഹാറിൽ നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധത്തിനിടെ ഉണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട് RJD പ്രസിഡന്റ് ലാലു പ്രസാദിന്റെ മൂത്ത മകനും ജനശക്തി ജനതാദൾ JJD തലവനുമായ തേജ് പ്രതാപ് യാദവിനെ പാറ്റ്ന പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിഷേധ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രക്ഷോഭം വർദ്ധിപ്പിക്കുകയും പൊതുസ്വത്ത് നശിപ്പിക്കുകയും ചെയ്തതായി പോലീസ് ആരോപിച്ചു.
കൂടാതെ ബീഹാറിൽ തുടർച്ചയായ നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രശ്നമുണ്ടാക്കിയ വിദ്യാർത്ഥികളെ പിടികൂടാൻ തുടങ്ങിയിരിക്കുകയാണ് പോലീസ്. ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അറസ്റ്റിലായ വിദ്യാർത്ഥികളെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.